Hey, all my beautiful souls, welcome back to my channel, The Hidden Blessing of Your June Month. ജൂൺ മാസം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഹിഡൻ ആയിട്ടിരിക്കുന്നത്, അതിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കളക്റ്റീവ് ആയിട്ട് നോക്കുന്നത്. സോ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഇസ് ഫോർ യു, ഓൾറൈറ്റ്? അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. സോ ക്ലെയിം ഇറ്റ്. നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ലെയിം ഇറ്റ്, അഫേം ഇറ്റ്, കമന്റ് ചെയ്യാം. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ്. ഇറ്റ്സ് ഓൾറെഡി ഹിഡൻ. സോ നിങ്ങളുടെ ലൈഫിൽ ജൂൺ മന്ത് ഹിഡൻ ആയിട്ട് കിടക്കുന്ന ബ്ലെസ്സിങ്സ് എന്താന്ന് നോക്കാം. ഇൻറ്റ്യൂഷൻ, ഓൾറൈറ്റ്. സോ നിങ്ങൾ കൂടുതൽ സൈക്കിക്കലി കണക്ട് ചെയ്യാൻ പോകുന്നൊരു മന്താണ് ജൂൺ മാസം. നിങ്ങളുടെ സൈക്കിക്കൽ ആയിട്ടുള്ള പവർ ആയിരിക്കാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയല്ലോ, ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ വന്നു, ഞാൻ ആഗ്രഹിച്ചതുപോലെ വന്നു, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചേ ഉള്ളൂ, അതെന്റെ ലൈഫിൽ വന്നു, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു, എനിക്ക് ഓൾറെഡി തോന്നിയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തരുന്നതായിരിക്കാം. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലെയുള്ള ചില സെൻസ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് ജൂൺ മന്ത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും, ഓൾറൈറ്റ്? സോ ഇത് സംഭവിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾക്കത് ഓൾറെഡി നിങ്ങളുടെ മേലെ കൂടുതൽ കണക്ട് ചെയ്യണം, പരീക്ഷിച്ച് നോക്കണം എന്നുണ്ടെങ്കിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഒക്കെ കൂടുതൽ കണക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു തോട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങൾ കൊടുക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക. ഓരോ ദിവസവും നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള തോട്ട്സ്, വിഷ്വൽസ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. ആൻഡ് സി എന്താണ് നിങ്ങളുടെ ലൈഫിൽ അത് കൊണ്ടുവരുന്ന ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലെ പല കാര്യങ്ങളും സൈക്കിക് ആയിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഓൾറൈറ്റ്? സോ ചിലതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി പോലെ ചില സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ചില ആളുകൾ ഒരു മറയും ഇല്ലാണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ജൂൺ മാസം. ഓക്കെ, സോ അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ചില കാര്യത്തിന്റെ ഒക്കെ ഹിഡൻ ആയിട്ടുള്ള സത്യാവസ്ഥ എന്താന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ജൂൺ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെമ്മറീസ് ഓഫ് ലവ്, ഓർമ്മകൾ, നല്ല ഓർമ്മകൾ, സ്നേഹം കൊണ്ടുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു ടെലിപ്പതിക് കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണോ നിങ്ങളൊരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഉണ്ടാവുന്നത് ആ വ്യക്തിയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടെലിപ്പതിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫിൽ അത് റിഫ്ലക്ട് ആവുന്നുണ്ട്. നമ്മൾ പറയല്ലോ, ഞാൻ അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം എന്നെ കണക്ട് ചെയ്തു, കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു, സംസാരിച്ചു, മീറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മാസം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരുപാട് നല്ല മൊമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പില്, ലവ് ലൈഫില്, എല്ലാ ഏരിയാസിലും. ഓക്കെ, സോ സ്നേഹം എവിടെയൊക്കെ നിങ്ങൾ ആരൊക്കെയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള, വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല എക്സ്പീരിയൻസ്, നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്, നല്ല ഇമോഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എടുക്കുന്നതായിരിക്കാം. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഡിസിഷൻസ്, അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാസം കൂടിയാണ്. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ആയി വരുന്നതുമായിരിക്കാം. ഓക്കെ, ബാക്കിയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷനിലേക്ക് വരാൻ, പരസ്പരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, റീകണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ. മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കൺഫർമേഷൻസ്, എൻഗേജ്മെന്റ് ഒക്കെ സംഭവിക്കുന്നത് ഈ മാസമായിരിക്കാം. ഓക്കെ, സോ പെട്ടെന്നായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരാം, ഓൾറൈറ്റ്? ഓർ ജൂൺ മാസം നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില ആളുകളുമായിട്ട് നിങ്ങൾക്കൊരു ലോങ് ടേം ജേർണി പോകേണ്ടതായിട്ടുണ്ട്. സോ ചില ആളുകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. ഓക്കെ, റൊമാൻറ്റിക് ലൈഫിലൊക്കെ വരുന്ന സമയത്ത് a new beginning. Okay, get ready. It's a long journey. Okay, so ഒരുപാട് യാത്ര ചെയ്യാൻ പോവാണ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തില്.
റിലേഷൻഷിപ്പിലായിരിക്കാം, ജോബിലായിരിക്കാം, ലൈഫിന്റെ ഒരു പുതിയ സ്റ്റാർട്ട് ആയിരിക്കാം. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, സോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ജൂൺ മാസം മറക്കാൻ പറ്റാത്തത്. ഓക്കെ, എക്സാക്ട്ലി ജൂൺ മാസം 6 അഗൈൻ ആസ് എ കൺഫർമേഷൻ. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം ഫൈനലി. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ മാത്രം വിശ്വസിച്ച്, നിങ്ങളുടെ മാത്രം തോട്ട്, നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, നിങ്ങൾക്ക് എന്താണോ ശരി തെറ്റായിട്ട് തോന്നുന്നത്, അത് മാത്രം വിശ്വസിച്ച് ചില തീരുമാനത്തിലേക്കൊക്കെ വരികയാണ്. വീണ്ടും എല്ലാ കാര്യങ്ങളും സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യണം. എക്സാക്ട്ലി, ഇറ്റ്സ് എ ന്യൂ ബർത്ത് ഫോർ യു. ഓക്കെ, ഫെർട്ടിലിറ്റി, ബർത്ത്. ഓക്കെ, സ്ട്രോങ് ഫെമിനിൻ എനർജി ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒരുപാട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ ഒരുപാട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ റീഫ്രഷ് ആവുന്നുണ്ട്. വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ജൂൺ മാസം ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജോബോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനോ റിലേഷൻഷിപ്പിലോ എന്ത് തീരുമാനമോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വളരാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പ്, പ്രഗ്നൻസി, മാരേജ്, കമ്മിറ്റ്മെന്റ്, ഇതുപോലുള്ള മേജർ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഫെർട്ടിലിറ്റി. എന്താണ് നിങ്ങളുടെ ജൂൺ മാസം? ഓ മൈ ഗോഡ്, ഹാർമണി. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഗൈൻ നമ്പർ 6. ഓക്കെ, സോ ജൂൺ മന്ത് ഇത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. നമ്പർ 6, ജൂൺ മാസം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ്, സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം ആദ്യമായിട്ട്. ചില ആളുകൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക്, ഞാൻ പാർട്ട്ണർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾക്ക് ഇപ്പോഴും ഇമോഷണൽ ബോണ്ട് ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ, റൈറ്റ്? സോ ആ വ്യക്തിയുമായിട്ട് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജൂൺ മാസം ഉണ്ടാവുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ ഫിസിക്കലി മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ കുറെ കാലമായിട്ട് ടെലിപ്പത്തിക്കലി ആയിരിക്കാം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. സ്പെഷ്യലി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ സെപ്പറേഷനിലോ ഒക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സോ ഫിസിക്കൽ ഫോമിൽ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്ത വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില ആളുകളുടെ മെമ്മറീസ് ഉണ്ടാവുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ആവുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവുക, ഞാനിപ്പം വിചാരിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ഞാൻ ഡ്രീം ചെയ്തു എന്നൊക്കെ പറയുന്നത്. യെസ്, ഇറ്റ്സ് എ കൺഫർമേഷൻ ഫോർ യു. ഓക്കെ, സോ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സംസാരത്തിനേക്കാൾ കൂടുതൽ വളരെ ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, വിക്ടറി. അഗൈൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സക്സസ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എൻഡ് ആവുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചിലതൊക്കെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കൊരു അനക്കമില്ലാത്ത പ്ലേസിൽ നിന്ന് ഒരു അനക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ ജോബിലോ പല പല ലൈഫ് സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങണം, അല്ലെങ്കിൽ ചില തീരുമാനം എടുക്കണം അല്ലെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനം എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. സോ ഫൈനലി അത് നിങ്ങൾ ഒരുപാട് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ പഴയ പോലത്തെ സിറ്റുവേഷനിൽ തന്നെ പോയാൽ മതിയോ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നിങ്ങൾ പിടിച്ചു വെക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആൻഡ് ഫൈനലി നിങ്ങൾ ചില കാര്യത്തിലേക്കൊക്കെ
നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, സോ അതിനുള്ളൊരു നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി അങ്ങനെ ആവുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചില ആക്ഷൻ എടുക്കുന്ന സമയത്താണ് അത്ര കാലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക് ആയിട്ട് നിന്നിട്ടുള്ള പല കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ കാരണം പല ഏരിയാസിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു ആക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ പല കൺഫ്യൂഷൻസ് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, പല മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഫ്ലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഇത്ര കാലത്തൊരു ഒബ്സ്റ്റാക്കിൾ അല്ലെങ്കിൽ ഒരു വലിയൊരു മേജർ ചാലഞ്ച് നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ എക്സാം ഒക്കെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറെ കാലമായിട്ട് ശ്രമിച്ചു, നിങ്ങൾ ഫെയിലായി, റിജക്ട് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലേസ് ഫൈനലി അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വലിയൊരു അങ്ങനത്തെ ഒരു ചാലഞ്ച് നിങ്ങൾ ചാടിക്കിടക്കാൻ പോവാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജൂൺ മാസം ഇതുപോലെ ആവുന്നത്. ഓക്കെ, മെമ്മറീസ്, അത്ര സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ഒന്ന് കൂടുതൽ കാര്യങ്ങൾ. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നിങ്ങളുടെ പാർട്ട്ണറായിട്ട്, എസ്പെഷ്യലി നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങൾ വീണ്ടും കാണുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത്ര കാലമായിട്ട് നിങ്ങൾ ടെലിപ്പത്തിക്കലി മാത്രമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില ആളുകളെ നിങ്ങൾ ഫിസിക്കലി മീറ്റ് ചെയ്യാൻ പോവാണ്, കണ്ട് റിയൽ ലൈഫിൽ നിങ്ങൾ ഇനി കാണാൻ പോവാണ്. ഓക്കെ, റിയൽ ആയിട്ട് നിങ്ങൾ കാണാൻ പോവാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ചില റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ട്രസ്റ്റ് മീ, മാർക്ക് മൈ വേർഡ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ചിട്ടുള്ള, സ്വപ്നം കണ്ടിട്ടുള്ള, നമ്മള് ഇന്റൻഷനലി ചിലത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് ആയിക്കൊള്ളണമെന്നില്ല. നമുക്കൊരു സ്ട്രോങ് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് അതിന്റെ ഒരു വിഷ്വൽസ് നമ്മുടെ ഉള്ളിൽ തന്നെ പോകുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അത്ര ഡീപ്പായിട്ട് ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറീസ്, ജൂൺ മാസം ഒരു മെമ്മറി നിങ്ങൾക്ക് ഒരു ഓർമ്മയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് കാലം നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോവാണ്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, എന്താണ് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളത് അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.